എന്റെ കസിനാണ് പൗൾ. ഇവർ തമിഴ്നാടാണ്. നമ്മളിപ്പം ഇവർ ചാനലുണ്ട് ചാനലിന്റെ പേര്. നമ്മളിത് സിറ്റി മുഴുവൻ അടിച്ച് പകർക്കും. നമ്മള് അതിന് വേണ്ടിയാണ് നമ്മള് വീഡിയോ ഒക്കെ എടുക്കുന്നത്. നമുക്ക് ഇനി എല്ലാം കാണാം. അടിച്ചിട്ടിപ്പാ. അപ്പോൾ ഗൈസ് ഞാനാണ് ഡൈവ്. എൻ്റെ ഡൈവ് പിന്നെ സീനാണ്. ഞാനായതുകൊണ്ട് ഞാൻ അങ്ങനെയല്ലേ പറയുള്ളൂ. അത് കഴിഞ്ഞ് എൻ്റെ കസിൻ ചേട്ടൻ ഇച്ചിരി ദൂരെ ചാടി. പിന്നെ എൻ്റെ ചേട്ടനായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ അനിയൻ എൻ്റെ ചേട്ടനെ അത്രേ എത്തി. എന്നിട്ട് എൻ്റെ ഫ്രണ്ടാണ് കസിൻ. ഇവൻ്റെ നിക്ക് നെയിമാണ് ഈശ്വർ. ഞാൻ ഇവനെ ഈശ്വർ എന്നാണ് വിളിക്കുന്നത്. ഇവൻ്റെ റിയൽ നെയിം പൗൾ എന്നാണ്. ഇവനൊരു ചേട്ടനുണ്ട് ആഡം. ഞാൻ ഇവനെ കഷ്ടപ്പെട്ട് ഇവന് വെള്ളം പേടിയാണ്. ഞാൻ ഇവനെ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നു. എനിക്കറിയാതെ അങ്ങ് പോകുന്നു. അതുകൊണ്ട് ഞാൻ അവനെ കുറച്ചും കൂടി ദൂരെ കൊണ്ടുപോയിട്ടും ബോൾ ഞാൻ എടുത്തപ്പം ആ സമയം അവിടെ എത്തി. ഞാൻ വീണ്ടും അവനെ വിളിക്കാൻ പോയിട്ട് എൻ്റെ ചേട്ടൻ സ്വിമ്മിങ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കൂടെ പോയി ഞാനും സ്വിമ്മിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ അത്രയും ദൂരമൊന്നും പോയില്ല. ഞാൻ നിർത്തി. എന്നിട്ട് ഞാൻ ഇങ്ങനെ പയ്യെ നീന്തി ഞാൻ അമ്മനെ അവിടം വരെ പോകാമെന്ന്. എന്നിട്ട് എൻ്റെ ചേട്ടന് എൻ്റെ കസിൻ ചേട്ടനും ലൈവായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ വലിച്ചു. അവൻ വരുന്നില്ല. അവന് തമിഴല്ലേ അറിയുള്ളൂ. അതുകൊണ്ട് അപ്പോൾ ഗൈസ് അവർക്ക് തമിഴല്ലേ അറിയാവുള്ളൂ. അതുകൊണ്ട് അവർ തമിഴിൽ പറഞ്ഞു. അപ്പോൾ ഇവർക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, ആഡം മിഷൻ ബ്ലോഗ്. ഞങ്ങളത് ബ്രീത്തിങ് ചലഞ്ചാണ്. 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. എന്നിട്ട് എനിക്ക് ബാക്ക് സ്ലീവ് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഞാൻ വെറുതെ ഒരു ബാക്ക് ധരിച്ചു. എന്നിട്ട് എൻ്റെ ചേട്ടൻ്റെ അനിയനെ കൊണ്ട് മുക്കി. എൻ്റെ ചേട്ടൻ്റെ കൂടെ പോയില്ല. എൻ്റെ ചേട്ടൻ്റെ ഷോ ആയിരുന്നു. അതുകൊണ്ട് പോയില്ല. എന്നിട്ട് ഞാൻ എൻ്റെ അനിയത്തെ സൂപ്പറായിട്ട് പൊക്കിക്കൊണ്ട് പോയി. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പം അനിയത്തി ബോൾ എടുക്കാൻ പോണു. ഞാനും ബോൾ എടുക്കാൻ രണ്ടുപേരും ഞാനാണ് ബോൾ എടുത്തത്. എന്നിട്ട് എൻ്റെ ഫ്രണ്ട് ഈശ്വനാണ്. അവൻ ബലൂൺ ചോദിച്ചു. ഞാൻ അവനെ ബലൂൺ കൊടുത്തു. എന്നിട്ട് ആ ഒരു ബോളിന് വേണ്ടി ആഡമും എൻ്റെ ചേട്ടനും അടി. എന്നിട്ട് എൻ്റെ ചേട്ടൻ ഇട്ടു. എൻ്റെ ചേട്ടൻ വലിയ ചേട്ടൻ എൻ്റെ കസിൻ ചേട്ടൻ എൻ്റെ അനിയത്തിയും കൊണ്ട് പോകുന്നതുകൊണ്ട് എനിക്ക് കുറച്ച് കുശുമ്പ് തോന്നി. അപ്പം എന്നിട്ട് ഈ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനാണെങ്കിൽ എടുത്ത് എൻ്റെ അനിയത്തിയെ ബാക്കി ഇരുത്തി. ഞാനാണ് ഇരുത്തുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ഉള്ള 2-3 പ്രാവശ്യം ബുക്ക് ചെയ്യും. പക്ഷെ നമ്മൾ അത് വീടെടുത്തില്ല. അതാണ് എൻ്റെ സങ്കടം. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ബലൂൺ കൊണ്ട് നീന്താൻ തുടങ്ങി. ഞാൻ എന്നിട്ട് ബലൂൺ എടുക്കാൻ വേണ്ടി ഞാൻ അവളെ പറത്തി വിട്ടിട്ട് ഞാൻ പോയി ബലൂൺ എടുക്കാൻ. ബലൂൺ എടുത്തിട്ട് ഞാൻ ബലൂൺ എന്നിട്ട് ഞങ്ങൾ കുറച്ച് ഗെയിംസൊക്കെ കളിച്ചു. ഞാനായിരുന്നു കൊതി. അങ്ങനെയൊക്കെ കുറച്ച് ഗെയിംസ് കളിച്ചു. ഞങ്ങൾ 4 ഒരു റൗണ്ടായിട്ട് കളിക്കുന്നതാണ്. എൻ്റെ അനിയത്തി, ആഡം, ഈശ്വർ, ജിയോൺ ഞങ്ങളാണ് കളിക്കുന്നത്. ഞാൻ എന്നിട്ട് ഒരു ബോൾ എറിഞ്ഞെടുത്തിട്ട് ഞാൻ ഇവരോടെ കളിക്കാൻ പറയും. ഞാനാണ് കൊതി. എൻ്റെ അനിയത്തി പാസ് എടുത്തപ്പോൾ ഞാൻ എടുത്തു. അതുകൊണ്ട് എൻ്റെ അനിയത്തി ഇപ്പം കുറച്ച് വെള്ളമൊക്കെ ആ സമയം ഞങ്ങൾ കളിച്ചിരുന്നു. എന്നിട്ട് ഞങ്ങൾ കളിച്ചു. കോളാണ് ക്യാച്ചർ. അവൻ്റെ മെയിൻ ഈശ്വനാണ്. ഞാൻ ചിലപ്പോൾ കോളം വിളിക്കും, ചിലപ്പോൾ ഈശ്വനൊന്നും വിളിക്കും.
അപ്പോൾ ഞങ്ങൾ ഇതെൻ്റെ ചേട്ടൻ എൻ്റെ അനിയനെ കയറ്റിയതാണ്. ഞാൻ എൻ്റെ അനിയത്തി. എന്നിട്ട് ഞങ്ങൾ ഫോട്ടോസ് എടുത്തു. ഞാൻ എൻ്റെ അനിയത്തി ആഡം ഈശ്വൻ ഞങ്ങൾ മൂന്നുപേരും കുറച്ച് പോസ്റ്റൊക്കെ ഇട്ട് ഫോട്ടോസൊക്കെ എടുത്തു. ഇവർക്ക് 1-2 ഫോട്ടോ ഞാൻ അറിയാതെ ഞാനിങ്ങനെ പോസ്റ്റ് ചെയ്ത് വിളിച്ചപ്പോൾ ആ പോസ്റ്റിനാണ് എടുത്തത്. ഇത് ഗാലിൻ ചേട്ടൻ എൻ്റെ ചേട്ടൻ, ആഡം അനിയത്തി ഞാനായിരുന്നു. ഇതും ആഡം ഈശ്വൻ ഞാൻ അനിയത്തിയാണ്. അങ്ങനെ ഞാൻ ആഡം ഈശ്വൻ അനിയത്തി അങ്ങനെ ഞങ്ങൾ അപ്പോൾ നമ്മുടെ ഫോട്ടോസൊക്കെ തീർന്നു. അപ്പോൾ എല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ്.